സത്യം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് ഒറ്റ കാരണം ഈ പറഞ്ഞ നമ്മളെ ചവിട്ടി താഴ്ത്തിയ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാണ് എന്റെ വിജയത്തിന്റെ രഹസ്യം, അവരാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അവര് ഓരോ എന്താ പറയാ ഇഷ്ടിക വെച്ചിങ്ങനെ എറിയുന്ന പോലെ എറിയുമ്പോഴും അതിനെയൊക്കെ ഞാൻ ഓരോ ബിൽഡിംഗ് പോലെയാണ് എടുക്കുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഇടയ്ക്ക് ചിന്തിക്കും, എന്നെ ലിറ്ററലി എന്റെ കൂടെ നിന്ന ആൾക്കാർ എന്നെ പറ്റിച്ചിട്ടുണ്ട്. എന്നെ ചതിച്ച് എനിക്കെതിരെ ഹരാസ്മെന്റ് ചെയ്ത്, സോഷ്യൽ മീഡിയ ഹരാസ്മെന്റ്, മെഡിക്കൽ കൗൺസില് പരാതി കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ അപ്പൊ ഇടയ്ക്ക് ഓർക്കും, അവരെപ്പെങ്കിലും ഒന്ന് എനിക്ക് കാണുവാണെങ്കിൽ ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും കൊടുക്കണമായിരുന്നു. ഇത്രയും നമ്മളെ മെന്റലി സ്ട്രോങ് ആക്കിയ സത്യം അവർക്ക് ഒരു ഹാൻഡ്സ് ഓഫ്. ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഹാൻഡ്സ് ഓഫ്. കാരണം അവരുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും. അപ്പൊ ഇതൊക്കെ ഓരോ പാഠങ്ങളാണ്. നമുക്ക് ആദ്യം വിചാരിക്കും നെഗറ്റീവ്സ് എന്താ, എനിക്ക് മാത്രം, എന്നെ എന്തിനാ ഇവരിങ്ങനെ ചീറ്റ് ചെയ്ത്. നമ്മൾ വളരെ ജെനുവിൻ ആയിട്ട് അവരെ സ്വന്തം ഒരു ഫാമിലി പോലെ കണ്ട് അവർക്ക് വേണ്ട ഈവൻ പേഴ്സണൽ കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ട നീഡ്സ്, ഫിനാൻഷ്യൽ നീഡ്സ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് അവർ നമ്മളെ ഭയങ്കരമായിട്ട് ചീറ്റ് ചെയ്തു. അപ്പോ ഒരു വുമൺ എന്നുള്ള രീതിയിൽ ഞാൻ തകരണേക്കാളും കൂടുതൽ ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമ്മളെ പലപ്പോഴും കേസ് കൊടുക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകണം, അങ്ങനെയൊക്കെ ആകുമ്പോൾ ആസ് എ ഹസ്ബൻഡ് അവർക്ക് അത് ചിലപ്പം താങ്ങാൻ പറ്റണമെന്നില്ല. ഒരു ഭാര്യനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിന് അത് താങ്ങണമെന്നില്ല. അപ്പൊ അവര് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഡൗൺ ആവും ചില സമയത്ത്.